ഡേ 9 ഓഫ് ചമ്മക്ചല്ലോ. അങ്ങനെ ഗൈസ് നമ്മൾ എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ചായയൊക്കെ കുടിച്ചു. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഹോം സ്റ്റേ. അതിന്റെ താഴെ തന്നെയാണ് ഇവരുടെ ഷോപ്പ് വരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ കാഴ്ചകൾ കണ്ട അതിലുള്ള കാഴ്ചകളാട്ടോ ഈ കാണുന്നതൊക്കെ. പിന്നെ അവിടെ കുറച്ച് ടീം ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിന്ന് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് പോയ ഒരു വാട്ടർഫോൾസ് ഉണ്ട് പറയുന്നത്. പക്ഷെ അടിപൊളിയാണ് കാണാന്നൊക്കെ പറഞ്ഞ് പോയതേന്ന്. പിന്നെന്താ ഒരുപാട് നടക്കാനുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് റിട്ടേൺ അടിച്ച്. മറ്റൊന്നും കൊണ്ടല്ല ഗൈസ്, നമ്മൾ ഇന്നലത്തെ ട്രക്കിങ്ങിന്റെ എഫക്റ്റേ അതുകൊണ്ട് നമുക്ക് ആർക്കും വയ്യായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ആവേശത്തിൽ കയറി ഈ സംഭവങ്ങളൊക്കെ ഇനി തിരിച്ചിറങ്ങണമല്ലോ എന്ന് ആലോചിച്ചിട്ട് തീരെ വേയിരുന്നു. അപ്പൊ പിന്നെ നമ്മൾ ജീപ്പിൽ തന്നെയാണ് കയറി. ഈ വരുന്ന ടീംസും കുറച്ച് ബോയ്സും ഒക്കെ കൂടി നടക്കുകയും ചെയ്തിരുന്നു. പിന്നെ അതുപോലെ 3-4 ഗേൾസും കൂടി നടന്നിട്ടുണ്ടായിരുന്നു. ജീപ്പിലായതുകൊണ്ട് നേരത്തെ പിന്നെ അത് പറയും വേണ്ടല്ലോ, നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കൂടെ നല്ല സ്നേഹനിധികളായ 2 ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഫുഡൊക്കെ കിട്ടി. ഫ്രൈഡാണ് അടിപൊളി. നല്ല വിശപ്പുള്ളതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് കയറിയിരുന്നു. പിന്നെ അവിടെ നമ്മൾ ഫ്രൈഡും സ്റ്റീമും മോമോസും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. നേരെ ഡൽഹിയിലോട്ടാണ് പോകുന്നത്. വയനാട്ടിലുള്ള കുറേ ക്ലിപ്സ് നമ്മൾ എടുത്തിട്ടില്ല. അതിനിടയിൽ ഉണ്ണിമോളെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഉണ്ണിമോൾക്ക് ഒരു ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പോസ് ചെയ്ത് കിടക്കുകയെന്ന് വിചാരിക്കേണ്ട സംഭവം ആൾ ഉറങ്ങിയത് തന്നെയാണ്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.